നവംബർ 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസം. രാജ്യം അതീവ പ്രാധാന്യത്തോടെയാണ് അത് കൊണ്ടാടുന്നത്. രാജ്യത്ത് ഭരണം നടത്തുന്ന NDA സർക്കാർ ഈ ദിനത്തിൻ്റെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് വിവിധ പരിപാടികളാണ് രാജ്യകേന്ദ്രത്തിൽ സംഘടിപ്പിച്ചിരുന്നത്. രാജ്യത്ത് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വോട്ട് കൊള്ളയുടെയും മോദിയുടെ ജനാധിപത്യ വിരുദ്ധമായ നടപടികളും രാജ്യവ്യാപകമായി BJP നടത്തുന്ന വർഗീയ ധ്രുവീകരണങ്ങളും അവകാശ നിഷേധങ്ങളും ഒക്കെ തന്നെ രാജ്യത്ത് ഭീഷണിയായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മോദിയുടെ ഭരണഘടനാ ദിനത്തിലെ പ്രഹസനം രാജ്യം ചർച്ച ചെയ്യുന്നത്. രാജ്യ താൽപ്പര്യത്തെ മുൻനിർത്തി പുറമേ ഭരണഘടനയെയും അത് രൂപപ്പെട്ട ആ ദിനത്തെയും ആഘോഷമാക്കുമ്പോഴും ഈ ഭരണഘടനയെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ട് ഭരണഘടനയിൽ നിഷ്കർഷിച്ച ഇന്ത്യയുടെ മതേതരത്വത്തെയും അഖണ്ഡതയെയും നാനാത്വത്തിൽ ഏകത്വമെന്ന നാഴികക്കല്ലിനെയും തകർക്കുന്ന ഭരണകൂടത്തിൻ്റെ ഭീകരത നമ്മുടെ രാജ്യത്ത് നടത്തുന്ന മോദി നടത്തുന്ന ഈ പ്രഹസനാഘോഷത്തിൻ്റെ കപടത തിരിച്ചറിയേണ്ടത് തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടന മനുഷ്യൻ്റെ അന്തസ്സിനും സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും പ്രാധാന്യം നൽകുന്നു എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി പറഞ്ഞു. അവകാശങ്ങൾ നൽകി ശാക്തീകരിക്കുമ്പോൾ അത് പൗരന്മാരെന്ന നിലയിൽ നമ്മുടെ കടമകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന, കടമകൾ നിറവേറ്റാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കണം. കടമകളാണ് ജനാധിപത്യത്തിൻ്റെ അടിത്തറ എന്നും അദ്ദേഹം ആവർത്തിച്ചു. പ്രധാനമന്ത്രി പറഞ്ഞ ഈ വാക്കുകൾ തന്നെയല്ലേ നാളുകളായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്? പ്രധാനമന്ത്രി, അങ്ങേക്ക് ഇത് പറയാൻ ഭരണഘടനാ ദിനം വരേണ്ടിയിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി താങ്കൾ ഭരണത്തിലേറിയ കാലം മുതൽ ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതും ആ ഭരണഘടന കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണത്തിൽ കടിച്ചു തൂങ്ങാൻ ജനാധിപത്യത്തെ ചവിട്ടിമെതിച്ച് ഇന്ത്യയുടെ പ്രൗഢപൂർണമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തകിടം മറിച്ചുകൊണ്ട് വോട്ട് കൊള്ള നടത്തി അധികാരം പിടിച്ചെടുക്കാൻ നടത്തിയതിൻ്റെ തെളിവുകൾ എണ്ണി പുറത്തുവിട്ടതിൻ്റെ അലയൊലികൾ രാജ്യത്ത് ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് മോദി ഭരണഘടനാ ദിനത്തിൽ ജനത്തോട് ഇത്തരത്തിൽ പറഞ്ഞത്. സത്യത്തിൽ മോദിയുടെ പ്രവൃത്തിയും പ്രസംഗവും തമ്മിൽ ഒത്തുചേരാതെ ആശയധാർമ്മിക സംഘട്ടനത്തിൽ ഉഴലുകയാണ് രാജ്യം. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറെയും ഇന്ത്യൻ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെയും ഇന്ത്യയുടെ ശില്പി ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെയും ഏറ്റവും ഹീനമായി അവഹേളിക്കുകയും പാർലമെന്റിലടക്കം തള്ളിപ്പറയുകയും ചെയ്ത മോദിയുടെ ഈ വാക്കുകളെ ഇന്ത്യൻ ജനം തള്ളിക്കളയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. മോദി കഴിഞ്ഞ ദിവസം പറഞ്ഞതിന് വ്യക്തമായ മറുപടി രാഹുൽ ഗാന്ധി കൊടുത്തു. ഇത് രാജ്യത്ത് വളരെ പ്രാധാന്യത്തോടെയാണ് രാജ്യം വീക്ഷിച്ചിരുന്നത്. പ്രവൃത്തിയിൽ മോദി രാജ്യത്തെ ശിഥിലീകരിച്ചുകൊണ്ട് വാക്കുകളാൽ തലോടാൻ ശ്രമിക്കുന്ന മോദിയുടെ കാപ്പട്യത്തിനെതിരെയാണ് രാഹുൽ ഗാന്ധി തുറന്നടിച്ചത്. ഭരണഘടന വെറുമൊരു പുസ്തകമല്ലെന്നും എല്ലാ പൗരന്മാർക്കും നൽകിയ പവിത്രമായ വാഗ്ദാനമാണെന്നും മതം, ജാതി, ഭാഷ എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും തുല്യതയും നീതിയും ബഹുമാനവും ലഭിക്കണമെന്നതാണ് ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നതെന്നും രാഹുൽ ഗാന്ധി എടുത്തു പറഞ്ഞു. ഭരണഘടന ദരിദ്രരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും കവചമാണ്, ഓരോ പൗരൻ്റെയും ശബ്ദമാണ്. ഭരണഘടന സുരക്ഷിതമായിരിക്കുന്നിടത്തോളം കാലം ഓരോ പൗരനും സുരക്ഷിതമാണെന്നും രാഹുൽ ഗാന്ധി എടുത്തു പറഞ്ഞു. വോട്ട് ചോരിക്ക് പിന്നാലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നടപ്പിലാക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളിൽ വൻ ക്രമക്കേടുകൾ കടന്നുകൂടുമെന്ന ആശങ്കകൾ രാജ്യത്താകമാനം ഉയർന്നു വരികയാണ്. ബീഹാറിൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയ SIRലും വൻ ക്രമക്കേടുകൾ പുറത്തു വന്നു കഴിഞ്ഞതാണ്. അത് മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഗൗരവത്തോടെ ആശങ്കകൾ ഉയർത്തുന്നത്. ഇത് ജനാധിപത്യത്തിൻ്റെ കൊലപാതകമെന്ന് രാഹുൽ ഗാന്ധി SIR മുൻനിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആഞ്ഞടിച്ചു. BLO വധശിക്ഷയാണ് സർക്കാർ നടപ്പിലാക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാച്ചാറായി മാറുന്ന കാഴ്ചയാണ് രാജ്യത്ത്. സമ്മർദ്ദം സഹിക്കാതെ BLOമാർ രാജ്യത്ത് ആത്മാഹുതി ചെയ്യുന്ന ദാരുണ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. ക്രമാതീതമായി OBC വോട്ടുകൾ നീക്കം ചെയ്യാൻ കടുത്ത സമ്മർദ്ദമാണ് BLOമാർക്ക് മേൽ. ഇതിലൂടെ BJP സ്വന്തം വോട്ടർ പട്ടിക തയ്യാറാക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2,87,00,000 കേരളത്തിലെ വോട്ടർമാരുടെ എണ്ണം. 9-ാം തീയതി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതോടെ എത്ര ആളുകൾ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുമെന്നതാണ് ജനം നോക്കിയിരിക്കുന്നത്. ഈ 9-ാം തീയതി തന്നെയാണ് ഇലക്ഷൻ്റെ ആദ്യഘട്ടം നടക്കുക. ഈ ഒഴിവാക്കപ്പെട്ട ആളുകൾക്ക് പരാതി അറിയിക്കാനോ വോട്ട് ചെയ്യാനോ സമയമില്ലാത്ത അവസ്ഥയിലെത്തുന്നതോടെ BJP ലക്ഷ്യം വയ്ക്കുന്ന കാര്യങ്ങൾ കേരളത്തിൽ സുഗമമായി മുന്നോട്ട് പോകും.
അത് തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായ ഇലക്ഷൻ ഫലങ്ങൾക്ക് വഴി തെളിക്കും. ഇതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ആശങ്കകൾ നിലനിൽക്കുന്നത്. മോദി കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ തീവെട്ടിക്കൊള്ള നടന്നു എന്നത് രാജ്യം ഞെട്ടലോടെ കാതുകൂർപ്പിച്ച് കേട്ടതാണ്. 3 വാർത്താ സമ്മേളനങ്ങളിൽ രാഹുൽ ഗാന്ധി തെളിവ് സഹിതം പുറത്തുവിട്ട വിവരങ്ങളിൽ വോട്ട് ചോരിയുടെ യഥാർത്ഥ മുഖം വ്യക്തമാക്കി എണ്ണി പറഞ്ഞ ആരോപണങ്ങളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാറിനെയും മോദിയെയും ഉന്നം വെച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനോ പ്രധാനമന്ത്രിക്കോ ഒരു വിശദീകരണവും തരാനുണ്ടായിരുന്നില്ല. ഇതിൽ പകരം പരാതികൾ വരട്ടെ എന്ന മനോഭാവം സ്വീകരിക്കുകയായിരുന്നു. ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം ഉയർന്നു വന്ന ഇലക്ഷൻ തട്ടിപ്പിന്റെ പിന്നിലെ BJPയുടെ മോദിയുടെ ജ്ഞാനേഷ് കുമാറിന്റെ ഇടപെടലിൽ കടുത്ത സംശയമുയർത്തിയാണ് പാറ്റ്ന ഹൈക്കോടതിയിലേക്ക് പരാതികളുടെ ഒഴുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 202 തോറ്റ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി നീങ്ങിക്കഴിഞ്ഞു. പരാതികളുടെ പ്രവാഹമായി. ഇനി പിടിച്ചു നിൽക്കാൻ മോദിക്കും ജ്ഞാനേഷ് കുമാറിനും കഴിയുമോ എന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം, സുതാര്യമായ ഒരു പുതിയ തെരഞ്ഞെടുപ്പ് സാധ്യമാക്കണം എന്നതാണ് ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ. കോടതിക്ക് അത് ബോധ്യപ്പെട്ടാൽ ഇന്ത്യ ചരിത്രത്തിൽ ഇതുവരെ എഴുതപ്പെടാത്ത ഒരു ചരിത്രം എഴുതപ്പെടും. അതുമാത്രമല്ല, പുതിയ തലമുറ ശബ്ദമുയർത്തുന്നത് ജ്ഞാനേഷ് കുമാറിനെ ഇംപീച്ച് ചെയ്യുക എന്നതാണ്. അങ്ങനെ സംഭവിച്ചാലും അത് ഇന്ത്യ ചരിത്രത്തിലെ ഞെടുക്കുന്ന സംഭവമായി മാറും. അതോടെ മോദി എന്ന ഇരുട്ടിൻ്റെ ആത്മാവ് ചിതറി വീഴും. വർഗീയതയുടെ കാളിയൻ്റെ മേൽ രക്ഷയുടെ കാളിയ മർദ്ദനം നടക്കും. കാളകൂടം തുപ്പി തകർന്നടിയുന്ന വർഗീയാസുരൻ്റെ ഭരണാന്ത്യം രാജ്യത്തൊരു പുതിയ കാലത്തെ പുനഃസൃഷ്ടിക്കും. ജനാധിപത്യത്തിൻ്റെ കാഹളം ഉയരുകയും സ്വാതന്ത്ര്യത്തിൻ്റെ പുലർകാലം സൂര്യപ്രഭയോടെ ഇന്ത്യയുടെ അഭിമാനത്തിൻ്റെ ശ്രീകോവിലായ പാർലമെൻറ്റിന് മുകളിൽ നിന്നും പ്രവഹിക്കും. അത് ഇന്ത്യയുടെ പുതിയ ഉയർപ്പാകും. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവണമെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളോടൊപ്പം ഇന്ത്യൻ ജനവും ജാഗരൂകരായിരിക്കണം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.